ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഇന്നത്തെ ഒരു മോഡേൺ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ഒരു മോഡേൺ റിലേഷൻഷിപ്പിൽ നമ്മൾ വരുന്ന കുറേ മിസ്റ്റേക്കുകളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് കുറച്ച് കാര്യങ്ങൾ, ഒരു 3-4 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷനിൽ കുറേ പേര് അവരുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാറുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകളാണ്. ഇതുകൊണ്ട് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ബന്ധം മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ് സാരം. അപ്പോൾ എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്നേഹത്തെ ഒരു ഗെയിമായിട്ട് പലരും കാണാറുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവൾ ആദ്യം മെസ്സേജ് അയക്കട്ടെ അല്ലെങ്കിൽ അവൻ ആദ്യം മെസ്സേജ് അയക്കട്ടെ, അങ്ങനെയാണ് ഒരു കോമ്പറ്റീഷൻ പോലെയൊക്കെയാണ് ശരിക്കും ഇവിടെ വരുന്നത്. അയാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കാം, അതല്ലെങ്കിൽ വൈകുന്നേരം വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ഇട്ട് വെക്കാം, ഒരു മെസ്സേജ് അയക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്നത്തെ ഒരു റിലേഷൻഷിപ്പുകൾ പോകുന്നത് എന്നുള്ളതാണ്. ഒരു വാശിയോ അങ്ങനെ എന്തൊക്കെയോ ആണ് ഉള്ളത്. അവർ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ കൊടുക്കും എന്നുള്ള ആ ഒരു സംഭവം. യഥാർത്ഥത്തിൽ ഒരു റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയൊന്നും അല്ല. നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നില്ല, എങ്കിലും പരസ്പരം മനസ്സിലാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അവർക്ക് അവിടെ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അവർ ഓക്കെയാണ്. അല്ലെങ്കിൽ ഒരാളെ വെയിറ്റ് ചെയ്യുക, ഇയാൾ ചെയ്യട്ടെ അല്ലെങ്കിൽ അയാൾ ചെയ്യട്ടെ, ആ ഒരു രീതിയിലാവില്ല ഒരു റിയൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുക. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു കാര്യമാണ്. അതായത് അവൻ അല്ലെങ്കിൽ അവൾ ആദ്യം ചെയ്യട്ടെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് പൊതുവേ ഉള്ളത്. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇതേപോലെ അവരാദ്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. സെയിം കാര്യം തന്നെയായിരിക്കും ചിലപ്പോൾ അവരും വിചാരിക്കുന്നുണ്ടാവുക. അവൾ അല്ലെങ്കിൽ അവൻ ആദ്യം മെസ്സേജ് ഇട്ടെ എന്നിട്ട് ഞാൻ അയക്കാം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ രണ്ടുപേരും അവിടെ അയക്കാനായിട്ട് ഒരുപാട് വൈകുകയാണ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും മെസ്സേജ് അയക്കില്ല, പിറ്റേ ദിവസം വാശിയിട്ട് മെസ്സേജ് അയക്കില്ല, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഗ്യാപ്പ് വരികയാണ് ചെയ്യുക. അതേപോലെ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ അവർ മെസ്സേജ് അയക്കട്ടെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കാം. മേ ബി അവരവിടെ എന്തെങ്കിലും മെസ്സേജ് അയക്കാനോ വിളിക്കാനോ പറ്റാത്ത അത്രയും വലിയ തിരക്കിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ അവർക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കാം, നിങ്ങൾക്കത് അറിയില്ല അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും എന്നെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ വാശിയും പിടിച്ചിരിക്കുകയാണ്. അവരാദ്യം വിളിക്കട്ടെ, വിളിച്ചിട്ടേ ഞാൻ കോൾ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലേ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയുള്ളൂ, ഈ രീതിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം അവിടെ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു വാശി പിടിച്ചെടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ടുപേരും ഒരുമിച്ച് ഇരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പ്രാധാന്യം നൽകാറുള്ളത് മിക്കവരും ഇൻസ്റ്റാ പോസ്റ്റുകൾക്കാണ്. ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് ഇൻസ്റ്റാ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ, ഉദ്ദേശിച്ച കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. മിക്ക ആളുകളും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചിരിക്കണം, സംസാരിക്കണം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കാറുള്ളത് സോഷ്യൽ മീഡിയാസിനാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അയ്യോ, ഈ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആരൊക്കെ ലൈക്ക് ചെയ്യും, എത്ര ലൈക്ക് കിട്ടും, ആരൊക്കെ കമൻറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഇടാൻ പോകുമ്പോൾ തന്നെ കുറേ ടെൻഷനാണ്. ഏത് പാട്ട് വെക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് അവിടെ ഭയങ്കരമുള്ളൊരു സംശയങ്ങളോ അല്ലെങ്കിൽ ആകാംക്ഷയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു സ്റ്റോറി ഇട്ടാൽ തന്നെ നമ്മളൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 5 പ്രാവശ്യങ്ങളും പോയി നോക്കിയിട്ടുണ്ടാവും സ്റ്റോറി ആരൊക്കെ കണ്ടു എന്നുള്ളത്. അത്രയും നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ് സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു സംഭവത്തിനടുത്ത്. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ എടുത്തോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ കൂടെ ഇരിക്കാനായിട്ട് ഇത്രയും ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അവരെക്കാൾ കൂടുതലായിട്ട് പ്രാധാന്യം നമ്മൾ മിക്കപ്പോഴും കൊടുക്കാറുള്ളത് സോഷ്യൽ മീഡിയക്കാണ്. ഇവിടെ മനസ്സിലാക്കുക, നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടത് സോഷ്യൽ മീഡിയയുടെ കൂടെയൊന്നല്ല, ആ ഒരു പേഴ്സന്റെ കൂടെയാണ്. അവരുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ യൂസ് ഒക്കെ കുറച്ചൊന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. വലിയ രീതിയിൽ കുറയ്ക്കണം എന്നല്ല, എങ്കിലും ചെറിയ രീതിയിൽ കുറയ്ക്കുന്നതും നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ചധികം ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സൈലന്റ് ട്രീറ്റ്മെന്റ് ഒരു വെപ്പൺ ആയിട്ട് കാണുക എന്നുള്ളതാണ്. മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. സൈലന്റ് ആയിട്ടിരിക്കും, ദേഷ്യം വന്നു കഴിഞ്ഞാലൊക്കെ സൈലന്റ് ആയിട്ടിരിക്കും. നമ്മളെന്താ വിചാരിക്കുക വെച്ച് കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതായത് അവരെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു പ്രശ്ന പരിഹാരമായിട്ട് മാറുന്നില്ല ഒരിക്കലും സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പകരം അവിടെ കുറച്ചുകൂടി ദോഷം കൂടുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കാം.
മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും സൈലന്റ് ആകുമ്പോൾ ശബ്ദം പുറത്തു വരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മുഖത്തിന്റെ കുറച്ചുകൂടി ഒരു വീങ്ങൽ കൂടുതലായിരിക്കും. അതായത് വീക്കം കൂടാന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഫേസ് കുറച്ചുകൂടി ഇങ്ങനെ ദേഷ്യം വന്ന പോലെ ഇരിക്കും. അത് എല്ലാവരിലും ഉള്ളതാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതിന്റെ കൂടുതൽ ഈ ഒരു സംഭവം കൂടി ഉണ്ടാവും. അപ്പൊ എന്താ അവിടെ ഉണ്ടാവുക? നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കുറച്ചുകൂടി ദേഷ്യം വരും. ബിക്കോസ് നമ്മളൊന്നും പറയുന്നുമില്ല, എന്നാലും മുഖം അങ്ങനെ വേർത്ത് കെട്ടിയിരിക്കുന്നുണ്ട്. അപ്പൊ അത് കാണുന്നവർക്ക് ദേഷ്യം വരിക ചെയ്യാം. അത് പുതിയ പ്രശ്നത്തിന് വഴിയൊരുക്കുകയാണ് ചെയ്യണത്. പിന്നെ ചിലപ്പോൾ വീണ്ടും അവർ ചോദിക്കലുണ്ടാവും, പറയലുണ്ടാവും. അങ്ങനെയൊക്കെ ആണ് സംഭവിക്കുക. ഒരിക്കലും അതൊരു പ്രശ്ന പരിഹാരമായി മാറുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക, തുറന്ന് സംസാരിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് അവരോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഇല്ലാണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ഒരു വെപ്പൺ ആയിട്ട് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. ഇനി ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ലവ് ഇസ് ഈക്വൽ ടു കൺട്രോൾ. അതായത് ലവും കൺട്രോളും ഈക്വൽ ആണ് എന്ന് പലരും വിചാരിക്കാറുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ, സോ എനിക്ക് കൺട്രോൾ ചെയ്യാം എന്നാണ് പലരും പറയാറുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നിയന്ത്രണമല്ല, അവരെ കൺട്രോൾ ചെയ്ത് നിർത്തലല്ല സ്നേഹം. പകരം സ്വാതന്ത്ര്യമാക്കി വിടലാണെന്ന് പലരും പറയാറുണ്ട്. അത് സത്യമാണ് എന്ന് കരുതി അവർക്ക് തോന്നിയ പോലെ പോട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും ചോദിക്കാതെ വിടുക എന്നുള്ളതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, കുറ്റം അല്ലെങ്കിൽ മോശമാണെന്നുണ്ടെങ്കിൽ അത് മോശമാണെന്ന് തന്നെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക. അതൊരിക്കലും തെറ്റല്ല. പക്ഷെ നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവരെ നിയന്ത്രിച്ച് നിർത്തുന്നത് ഒരു രീതിയിൽ തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് വലിയൊരു മിസ്റ്റേക്കാണ്. അതും ഇന്നത്തെ ജനറേഷനിൽ ആരും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സോ നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല എന്നത് മാത്രമാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ടോക്സിക് പേഴ്സൺ ഒക്കെ ആണെന്നൊക്കെ അവർ പറയും. അതുകൊണ്ട് ഒരിക്കലും അത് ബന്ധത്തിന് നല്ലതാവില്ല. സോ ലവ് കൺട്രോൾ എന്നുള്ളത് ഒരിക്കലും ഈക്വൽ അല്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ വരുത്താറുള്ള മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. അതൊരിക്കലും റിലേഷൻഷിപ്പിനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്